റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം സിജോ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. റോക്കി കൺഫ്യൂഷൻ റൂമിലായിരിക്കുന്ന സമയത്തും സിജോ സംസാരിക്കുന്നുണ്ടായിരുന്നു. സിജോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് റോക്കിയുടെ അടുത്ത് യാതൊരു വൈരാഗ്യവുമില്ല, ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ വഴക്കിട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ, റോക്കിനെ പുറത്താക്കേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ നല്ല കാര്യം, നല്ലൊരു ഫ്രണ്ടായിട്ട് സിജോ അവിടെ കണ്ടിരുന്നു, അങ്ങനെ മാപ്പ് കൊടുക്കാൻ തയ്യാറായി എന്നുണ്ടെങ്കിൽ സിജോ ചെയ്തത് നല്ല കാര്യം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇവിടെ സിജോരെ ഗെയിമായി കൂടെ ഇത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഒന്നെങ്കിൽ സിജോ ഇത് ആത്മാർത്ഥമായി പറഞ്ഞു, ഇതൊരു ഗെയിമാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായതാണ്, ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറാണ്, അവനൊരു മത്സരാർത്ഥിയാണ്, ഞാനും ഒരു മത്സരാർത്ഥിയാണ്, അവൻ്റെ കൂടെ മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്, അവൻ തിരിച്ചു വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ച് അത് ആത്മാർത്ഥമായി പറഞ്ഞൊരു വാചകം. അല്ലെങ്കിൽ അവിടെ ഇത് സിജോ കളിച്ച ഒരു ഗെയിം അല്ലേ എന്ന് ഞാൻ ചോദിക്കേണ്ടി വരും. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം അവിടെ ഏത് മത്സരാർത്ഥിയായാലും ഫിസിക്കലി അറ്റാക്ക് ചെയ്താൽ പുറത്താക്കപ്പെടും എന്നുള്ള കാര്യം എല്ലാവർക്കും 100% ഷുവറായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ക്ഷമിച്ചു എന്ന് സിജോ പറഞ്ഞാൽ പോലും റോക്കിയെ തിരിച്ചെടുക്കില്ല എന്നുള്ളത് സിജോയ്ക്ക് 100% അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ വെറുതെ ചുമ്മാ ഞാൻ ക്ഷമിക്കുന്നു എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അടുത്ത് ഒരു നല്ല കുട്ടിയാവുകയും ചെയ്തു. അപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുകയും ചെയ്തു. റോക്കിയുടെ ഫാൻസിന് എല്ലാവർക്കും സിജോ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ സിജോൻ്റെ അടുത്ത് ദേഷ്യവും തോന്നില്ല. അങ്ങനെ സിജോയ്ക്ക് അവിടെ ഒരു നല്ല കുട്ടിയാവാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ഗെയിം ആയിക്കൂടെ സിജോ ചെയ്തത് എന്നും നമുക്ക് സംശയിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇതിൽ ആത്മാർത്ഥതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് എന്തായാലും സിജോ നടത്തിയ ഒരു നാടകമായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. അവിടെ നോറ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇത് സിജോ ചേട്ടൻ പറയുന്നതൊക്കെ കള്ളമാണ്, സിജോ ഇവിടെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, നല്ലൊരു ഫ്രണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ, പ്രൊവോക്ക് ചെയ്യാമായിരുന്നോ, ദേഹത്ത് പോയി തൊടുമായിരുന്നോ, അവനെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ദേഹത്ത് തൊട്ടത്. അപ്പോൾ സിജോ ചേട്ടൻ ഇപ്പോൾ ഫ്രണ്ടാണ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അവിടെ നോറയിരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമുക്കും അങ്ങനെ തന്നെ തോന്നുന്നതിൽ തെറ്റൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അല്ല, ആത്മാർത്ഥമായിട്ടാണ് സിജോ അങ്ങനെ പറഞ്ഞതെങ്കിൽ അത് സിജോൻ്റെ നല്ല മനസ്സ് തന്നെ, അതിലും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇവിടെ ഗെയിമുമായിട്ട് നമുക്കത് കണക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സിജോ പറഞ്ഞതിനോട് എനിക്ക് അത്ര യോജിക്കാനായിട്ട് കഴിയുന്നില്ല. സിജോ അത്ര വിശാല മനസ്സിന് ഉടമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായി അവിടെ നല്ല പിള്ള ചമയാൻ വേണ്ടി സിജോ നടത്തിയ ഒരു നാടകമായും ഇതിനെ കരുതാം.